അലർജി ഉള്ളവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ അലർജി എന്ന് പറയുന്നത് എന്ത് തരം ഒരു സ്ട്രഗിൾ ആണെന്നുള്ളത്. ഒരു ചെറിയ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ രീതിയിലൊന്ന് പൊടി അടിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ ചുമ, ശ്വാസം മുട്ട്, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരും. ശരീരത്തോട് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് നെഗോഷിയേഷൻ ആണ് അലർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അലർജിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഡയറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പലരും അവഗണിക്കാറുണ്ട്. കുറച്ച് ഫുഡ്സ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 70-80% ഓഫ് അലർജീസ് ഇഷ്യൂസ് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് പാലും പാലുൽപ്പന്നങ്ങളും. അതായത് പാലൊഴിച്ചിട്ടുള്ള ചായ, കാപ്പി, പാലൊഴിച്ചിട്ടുള്ള ജ്യൂസ്, അതുപോലെ തന്നെ ചീസ്, പിന്നെ പനീർ, ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം അലർജി കംപ്ലയിൻസ് കൂടുതലായിട്ട് ട്രിഗർ ചെയ്യിപ്പിക്കും. സോ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തേത് ഷെൽ ഫിഷസ് ആണ്. അതായത് തോടോട് കൂടിയ മത്സ്യങ്ങൾ, ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ മൂന്നാമത്തേത് സിട്രസ് ഫ്രൂട്ട്സ്, നമ്മുടെ ലെമൺ, ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി, ഇതെല്ലാം ആ ഒരു ഗ്രൂപ്പിൽ പെട്ടതാണ്. അതേപോലെ മുട്ട കഴിക്കുന്നവർക്ക് അലർജിക് പ്രശ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവർ മുട്ട ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ പ്രോഡക്ട്സ്. ചിലർക്ക് ഗോതമ്പോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉൽപ്പന്നങ്ങളായ ആട്ട, റവ ഇതെല്ലാം കഴിക്കുമ്പോൾ അലർജിക് ഇഷ്യൂസ് കൂടുതലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ അതും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അലർജിയുടെ മാനേജ്മെൻറ്റിൽ ഡയറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഈ പറഞ്ഞ ഫുഡ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 70-80% ഓഫ് അലർജിക് ഇഷ്യൂസ് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. Velit Homeopathy on a mission to cure.